ദിവസങ്ങൾ മാസങ്ങളാകാൻ തുടങ്ങിയപ്പോൾ അമ്മയായ പെൺകുട്ടിക്ക് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് കലശലായ ആഗ്രഹമുണ്ടായി. അവൾ രഹസ്യമായി സന്യാസിയുടെ അടുത്ത് ചെന്നു. ആ സമയം സന്യാസി കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതീവ ക്ഷമയോടും വാത്സല്യത്തോടും കൂടി കുട്ടിയെ പരിചരിക്കുന്നത് അവൾ ഏറെ നേരം നോക്കി നിന്നു. അവൾ താനാണ് കുട്ടിയുടെ അമ്മയെന്നും തനിക്ക് കുട്ടിയെ കുറച്ചു നേരം ചേർത്ത് പിടിക്കണമെന്നും മുലയൂട്ടണമെന്നും ആവശ്യപ്പെട്ടു. അതെയോ, അങ്ങനെയാണോ? ആ സന്യാസി മറുപടി നൽകിക്കൊണ്ട് ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സന്തോഷത്തോടെ നൽകി. വാരിപ്പുണരാനും മുലയൂട്ടാനും തുടങ്ങിയതോടെ അവരിലെ മാതൃത്വം ഉണർന്നെഴുന്നേറ്റു. കുറ്റബോധവും സങ്കടവും സഹിക്കാനാവാതെ അവർ തിരിച്ചു വീട്ടിലെത്തി. തന്റെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, വാസ്തവത്തിൽ ആ സന്യാസി നിരപരാധിയാണ്. അയാൾ ഇതൊന്നും അറിഞ്ഞതല്ല. നമ്മുടെ വീട്ടിലെ വേലക്കാരനാണ് എൻ്റെ ഗർഭത്തിന്റെ ഉത്തരവാദി. ഞാൻ ഗർഭിണിയായതിന്റെ പേരിൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന ചീത്തപ്പേരിന്റെ ആഴം അല്പം കുറയ്ക്കാമെന്ന് വിചാരിച്ചാണ് വേലക്കാരന് പകരം ഞാൻ ആ സന്യാസിയുടെ പേര് പറഞ്ഞത്. ഇത് കേട്ടതോടെ ഗ്രാമത്തലവന് വിഷമമായി. കുറ്റബോധത്തോടെ നാട്ടുകാരും ഒന്നിച്ച് അയാൾ സന്യാസിയുടെ അടുത്തെത്തി. മകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സന്യാസിയെ ധരിപ്പിച്ചു. സന്യാസി അന്നേരം കുട്ടിയെ തോളിൽ കെടുത്തി പുറത്തു തട്ടി പതുക്കെ ഉറക്കുകയായിരുന്നു. അതെയോ, അങ്ങനെയാണോ? സന്യാസി ചോദിച്ചു. അങ്ങ് നിരപരാധിയാണ്, അതുകൊണ്ട് കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഗ്രാമത്തലവനും നാട്ടുകാരും വീണ്ടും ആവശ്യപ്പെട്ടു. അതിനും അയാൾ ഇങ്ങനെ ഉത്തരം നൽകി: അതെയോ, അങ്ങനെയാണോ? സന്യാസി സന്തോഷത്തോടെ കുട്ടിയെ അവർക്ക് നൽകി. കുറച്ചു നാൾക്ക് ശേഷം ഗ്രാമത്തലവനും നാട്ടുകാരും വീണ്ടും സന്യാസിയെ കാണാൻ ചെന്നു. അവർ സന്യാസിയോട് പറഞ്ഞു: അങ്ങേക്കായി ഞങ്ങൾ ഗ്രാമത്തിന്റെ മധ്യഭാഗത്ത് മനോഹരമായ ഒരു ആശ്രമം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം അവിടേക്ക് വരണം. അതെയോ, അങ്ങനെയാണോ? അയാൾ അവരോടൊപ്പം ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. ആദി കഥ പറഞ്ഞു നിർത്തിയപ്പോൾ അസി: ഏട്ടാ, നമുക്ക് ആ സന്യാസിയെ പോലെ ആകാൻ കഴിയുമോ? അതെയോ, അങ്ങനെയാണോ? ഇതായിരുന്നു ആദിയുടെ അസിക്കുള്ള മറുപടി.